ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കൃഷ്ണാസ് വില്ലേജ് ചാറ്റിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു ടൊമാറ്റോ റൈസാണ് തയ്യാറാക്കുന്നത്. അത് എൻ്റേതായ രീതിയിലാണ്. പലരും പലതരത്തിലാണല്ലോ ചെയ്യുക. അതിനാണ്ട് ഞാനിവിടെ 2 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 5-10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അല്ലി, പിന്നെ ഒരു ചെറിയൊരു സവോള എടുത്തിട്ടുണ്ട്, ഒരു പീസ് ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് പിന്നെ പച്ചരി പറഞ്ഞാൽ നമ്മൾ പായസമൊക്കെ വെക്കുന്ന അരി, ഇതാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഞാൻ ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. പച്ചക്കറികളെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളി കനം കുറഞ്ഞ് സ്ലൈസ് നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ പച്ചമുളക് അതുപോലെ നീളത്തിൽ, സവോള ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, സവോളയും അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി അതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ അരി ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് നമുക്കിത് എങ്ങനെ പാകം ചെയ്യണമെന്ന് നോക്കാം. ഞാനിവിടെ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തി കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നെയ്യുണ്ട്. നെയ്യ് വേണമെന്നൊരു നിർബന്ധമില്ലായിരുന്നു. നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് എണ്ണ വേണം ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ നെയ്യാണ് ഉപയോഗിക്കുന്നത്. പാൻ ചൂടായിട്ട് നമുക്ക് ആദ്യം ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ചേർത്തി കൊടുക്കേണ്ടത്. വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് നിറം മാറി വരട്ടെ. നിറം മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്തി കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് ഈ സവോള അരിഞ്ഞ് വെച്ചത് ചേർത്തി കൊടുക്കാം. പച്ചമുളക്, ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. മസാലകൾ അരയ്ക്കുമ്പോൾ ഒന്നും ഞാൻ സവോള വറുക്കുമ്പോൾ ഉപ്പ് ചേർത്തില്ല, പക്ഷേ ഇതിലേക്ക് ഇത്തിരി ഉപ്പ് ചേർത്തി കൊടുക്കണം. ചേർന്നിട്ട് നമുക്കിത് ഇഞ്ചി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ലേശം മഞ്ഞൾപ്പൊടി. ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസൊന്നും ആദ്യം പറഞ്ഞിട്ടില്ല, പാകം ചെയ്യുമ്പോൾ സമയത്ത് പറയാതെ കൊണ്ടാണ്. ലേശം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ തക്കാളി സ്ലൈസ് ചെയ്തും കൂടി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വറുകി വരട്ടെ. നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് വറുകി വരും. സ്ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒന്ന് തുറന്ന് നോക്കാം. നല്ലപോലെ വറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആ അരിക്കും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്തി കൊടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ചേർത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഈ കഴുകി വെച്ചിരിക്കുന്ന അരി നമുക്കിതിലേക്ക് ഇതിൻ്റെ മധ്യത്തിൽ അങ്ങോട്ട് ഇടാം. ചില ആളുകൾ തക്കാളി റൈസ് ഉണ്ടാക്കുന്നത് ചോറ് വെച്ചിട്ട് ആ ചോറ് ഉപയോഗിച്ചിട്ടാണ്. ഞാൻ പക്ഷേ ഇത് അരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു മണി കൊണ്ട് എല്ലാം ആവുമല്ലോ. ഇത് നല്ലപോലെ ഒന്ന് ഇതിനോടൊപ്പം ഒന്ന് ഇളക്കി ഫ്രൈ ചെയ്യുക. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് യോജിക്കുക. പച്ചരിയാണ് ഞാൻ പറയുന്നത്, പച്ചരിയാണ്, പായസം വയ്ക്കുന്ന അരിയാണ്, നോക്കണ്ട. ഇനി ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതേ 1 ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് വെള്ളവും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കണം. കൂടുതൽ വേണ്ട, പച്ചരി ആയതുകൊണ്ട് പെട്ടെന്ന് വേവും.
ചോറ് വയ്ക്കുന്ന അരിക്കാകുമ്പോൾ വേവ് കൂടുതലുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അടച്ചു വെച്ച് പാകപ്പെടുത്തിയെടുക്കാം. ഓക്കെ, ആവട്ടെ. നമ്മുടെ ടൊമാറ്റോ റൈസ് എന്തായെന്ന് നോക്കാം. എന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തു. പിന്നെ വെള്ളം ഇത്തിരി കുറവുണ്ടായിരുന്നു. ഞാൻ പച്ചരി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് പോകുമെന്ന് കരുതിയിട്ട് ആദ്യം 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിരുന്നത്. വീണ്ടും ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തി. നിങ്ങൾ ആദ്യമേ ഉപയോഗിക്കുമ്പോൾ തന്നെ 2 ഗ്ലാസ് വെള്ളം ചേർത്തിക്കോളൂ 1 ഗ്ലാസ് അരിക്ക്. അങ്ങനെ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചോറ് വെച്ചിട്ട് അതിലൂടെ തക്കാളി ചോറുണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഇങ്ങനെ അരിയിലൂടെ ഉണ്ടാക്കുന്നത്. നിങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ തക്കാളി റൈസ് ഇവിടെ ശരിയായിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.